ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത, മാറ്റമില്ലാത്ത, മറക്കാത്ത, നമ്മെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, നമ്മെ നടത്തുന്ന, നമ്മെ കരുതുന്ന വലിയവനായ ദൈവത്തിന് നാമത്തിൽ നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടിയ സ്നേഹവന്ദനം. ഏറ്റവും ധന്യവും അനുഗ്രഹീതമായ ദിനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2024 വർഷത്തിലെ ഒരു പുതിയ മാസത്തെ കാണുവാനും ഈ മാസത്തിലേക്ക് പ്രവേശിപ്പാനും ആദ്യ ഞായറാഴ്ചയിൽ ദൈവത്തെ മഹത്വീകരിപ്പാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അനുകൂല സാഹചര്യങ്ങൾക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈസ്റ്റർ ദിനം കഴിഞ്ഞു വരുന്ന 5ാമത്തെ ഞായറാഴ്ചയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. മെയ് മാസം ആദ്യ ഞായർ. തീർച്ചയായിട്ടും ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം വളരുവാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ജീവിതം മാത്രമേ നമുക്ക് ഈ ലോകത്തുള്ളൂ, അല്ലേ? ഒരു ജീവിതം. ഈ ജീവിതത്തിൽ സ്നേഹിക്കുവാനും ആദരിക്കപ്പെടുവാനും ദൈവവുമായുള്ള ബന്ധത്തിലും മനുഷ്യരുമായുള്ള ബന്ധത്തിലും പ്രകൃതിയുമായുള്ള ബന്ധത്തിലൊക്കെ ഏറ്റവും ഹോണസ്റ്റായിട്ട്, സത്യസന്ധരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിലേക്കായിട്ട് നാം കേൾക്കുന്ന വചനങ്ങൾ നമ്മെ ഏറെ ബോധവാന്മാരാക്കി ക്രിസ്തീയ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എപ്രകാരം ജീവിക്കണമെന്നും എപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമെന്നും രൂപാന്തരത്തിൻ്റെ അനുഭവം പ്രാപിച്ച് നിത്യത എന്ന് പറയുന്ന ഒരു വലിയ നന്മ അതെന്ത് വില കൊടുത്തും പ്രാപിച്ചെടുക്കുവാൻ ഈ സന്ദേശങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായും തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ആശ്രയമായി നാൾതോറും ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവം, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ജീവിത നാളുകൾ സ്വർഗത്തിലെ പിതാവായ ദൈവം നൽകിയിരിക്കുന്ന എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി പിതാവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹത്തിനായി, കരുതലിനായി, ആർദ്രതയ്ക്കായി സ്തോത്രം. മുന്നോട്ടുള്ള ജീവനാളുകൾ ഞങ്ങളെ നയിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ പിതാവ്. ഏറ്റവും ധന്യമായ ഈ പ്രഭാതത്തിൽ കർത്താവെ, അങ്ങയുടെ തിരുവചനത്തിനായി ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളോട് സംസാരിക്കണം. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് മഹത്വീകരിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ വചനങ്ങൾ നാഥ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി ഭവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവ്, ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം അപ്പ. ഞങ്ങളുടെ ആയുസ്സിൻ നാളെല്ലാം അങ്ങേ സ്നേഹിച്ച് സേവിച്ച് അങ്ങേക്ക് മഹത്വം കരയറ്റിക്കൊണ്ട് ജീവിക്കുവാൻ എല്ലാ നിലകളും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിലുള്ള തിരുവചന ധ്യാനത്തിന്റെ ഒടുവിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, മാർത്ത പാർത്തിരുന്ന ഗ്രാമത്തിൻ്റെ പേര് എന്താണ്? അപ്പോൾ അനേകം പേർ അതിലെ മറുപടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ബഥാനിയ എന്നാണ്. അപ്പോൾ എല്ലാവരും ശരിയായ ആൻസറാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നന്ദി കരയറ്റുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും അത് ഫൈൻഡ് ഔട്ട് ചെയ്യുവാനും കണ്ടെത്തുവാനുള്ള നിങ്ങളുടെ ആകാംക്ഷയ്ക്കായി, നിങ്ങളുടെ താല്പര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിൽ പ്രകാരം ഒരു ചോദ്യമുണ്ടാകും. വചനം ശ്രദ്ധയോടെ കേൾക്കുക, മനനം ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. ചിന്താവിഷയം, നിങ്ങൾക്ക് യേശുവിനായി എന്ത് നൽകുവാൻ കഴിയും, എന്ത് ചെയ്യുവാൻ കഴിയും എന്ന ചിന്തയുടെ ആസ്പദമാക്കിയാണ് നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഞാനൊരു വേദഭാഗം വായിക്കട്ടെ. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു, കേൾക്കുക. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ഈ വേദഭാഗം മറക്കരുത്. മത്തായി സുവിശേഷം 9-ന്റെ 35-37 വരെയുള്ള വാക്യത്തിൽ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്
കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം എന്നാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ പിൻപറ്റുന്നവരുടെ ജീവിതത്തിൽ അത്യാവശ്യമായി ഉണ്ടാകേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, പൂർണ്ണമായും യേശുവിനെ കാണുക. 2, പൂർണ്ണമായും യേശുവിനെ വിശ്വസിക്കുക. റിയൽ സീ ആൻഡ് റിയൽ ബിലീവ് എന്നുള്ളതാണ്. പൂർണ്ണമായും യേശുവിനെ നോക്കിക്കാണുവാനുള്ള ഒരു മനസ്സും താല്പര്യവും നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും യേശുവിൽ വിശ്വസിക്കുവാനുള്ള ആ ഒരു കൃപയും നമ്മിൽ ഉണ്ടാകണമെന്നുള്ളത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിലെ ആ ദൈവശാസ്ത്രത്തെക്കുറിച്ച് നാം പഠിച്ചാൽ 3 ചിന്തകൾ വ്യക്തമാണ്. ഒന്ന്, യേശു ക്രിസ്തു വചനം ജഡമായി ഭൂമിയിലേക്ക് വന്ന ഒരു സത്യം ആകുന്നു എന്നതും. 2, യേശു ക്രിസ്തു സർവശക്തനായ ദൈവവും നമ്മോട് കൂടെ ഇരിക്കുന്ന, പ്രകൃതിയോട് കൂടെ ഇരിക്കുന്ന ഇമ്മാനുവൽ ആകുന്നു എന്ന സത്യവും. 3, യേശു ക്രിസ്തു സമാധാനത്തിൻ്റെ രാജാവ് ആകുന്നു. അസമാധാനം നിറഞ്ഞ ഈ ലോകത്തിന് സമാധാനം പ്രദാനം ചെയ്യുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്നു നമ്മുടെ കർത്താവ് എന്ന സത്യവും. ഈ 3 സത്യങ്ങളും എല്ലാ കാലഘട്ടങ്ങളും മനുഷ്യരിലൂടെ ഈ ലോകത്തിൽ പ്രതിധ്വനിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ചുരുക്കത്തിൽ നമ്മിലൂടെ ഈ ലോകത്തിലേക്ക് ഈ 3 സത്യങ്ങളും പ്രതിഫലിപ്പിക്കപ്പെടണം എന്നതാണ് കാതലായ വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രേരണ. പ്രിയരെ, പഴയ നിയമം മുഴുവനും ലോകത്തിലെ ജനത്തിന് ഇടയ പരിപാലനം നൽകുവാൻ ലീഡേഴ്സിനെ ക്ഷണിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായി സാധിക്കും. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്കായി പോകും എന്ന് ചോദിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വലിയ ആഗ്രഹം, അത് ക്ഷണമായി ലോകത്തിലേക്ക് അന്നും ഇന്നും എന്നും പ്രതിധ്വനിച്ചു കൊണ്ട് നിൽക്കുകയാണ്. എത്ര പേരാണ് ഇതിനെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്നത്? യെശയ്യാവ് തൻ്റെ യൗവന കാലഘട്ടത്തെ ഈ ശബ്ദം കേട്ടപ്പോൾ യെശയ്യാവ് ഉടൻ പറഞ്ഞു, ഒരു അൺകണ്ടീഷണൽ ആൻസർ അവിടെ നൽകുകയാണ്. നിബന്ധനയില്ലാത്ത മറുപടി അവിടെ യെശയ്യാവ് ദൈവത്തിന് നൽകുകയാണ്. ആ മറുപടി ഇപ്രകാരമാണ്: ഹിയർ ഐ ആം, സെൻഡ് മീ എന്നുള്ള ഒരു മറുപടി. അടിയനെ അയക്കണമേ എന്നുള്ള ഒരു മറുപടി ആ ഒരു ക്ഷണത്തിന് പോസിറ്റീവായിട്ട് അത് അംഗീകരിച്ചതിൻ്റെ അടയാളമായിട്ട് കാണുവാനായി സാധിക്കും. ഇന്നും ഈ ലോകത്തിൽ ഈ ശബ്ദം ധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ദൈവിക ശബ്ദം നമ്മുടെ കാതുകളിൽ വർഷങ്ങളായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താകുന്നു എന്നത്. പ്രിയരെ, അതേസമയം തന്നെ ഇവിടെ ദൈവം പറയുകയാണ്, ഈ ലോകത്തിലെ ജനങ്ങളുടെ പ്രധാന ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ ഞാനാകുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് വിളി സ്വീകരിച്ച് ക്ഷണം സ്വീകരിച്ചു എന്ന് ഓരോരുത്തരും ഇടയ ശുശ്രൂഷയും ഇടയ പരിപാലന ശുശ്രൂഷ ചെയ്യുകയും അവരുടെയൊക്കെ ശ്രേഷ്ഠ ഇടയൻ പിതാവായ ദൈവം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ ജനത്തെ പ്രധാന ഇടയനാകുന്ന ദൈവത്തിങ്കിലേക്ക് നയിക്കുക എന്ന ചിന്തയാണ് എക്കാലത്തും ബൈബിൾ നമുക്ക് പകർന്നു നൽകുന്നത്. യേശു പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന്. യെഹെസ്കേൽ 34:31 പറഞ്ഞു, എൻ്റെ മേച്ചൽപ്പുറത്തെ ആടുകളായുള്ളവരെ, നിങ്ങൾ മനുഷ്യരത്രേ, ഞാനോ നിങ്ങളുടെ ദൈവം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇതെല്ലാം ക്ലബ് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തിലൂടെ, പരിശുദ്ധാത്മാവായ ദൈവത്തിലൂടെ ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനം, ഒരു ദൗത്യം ലോകത്തിലെ മാനവ ജനതയെ ഏൽപ്പിക്കുകയാണ്. ആ ക്ഷണം ഇന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ചെയ്യുവാൻ മുൻവരിക? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ ആർക്കാണ് മനസ്സുണ്ടാകുക? ഈ ഒരു ചിന്ത ഇന്നും ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1 ദൈവം, 2 മേച്ചൽപ്പുറം, 3 ആടുകൾ. ഒന്നാമത്തേത് ദൈവം എന്ന കൺസെപ്റ്റാണ്. അതായത് ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, ഈ ലോകത്തെ പരിപാലിക്കുന്ന ദൈവം. രണ്ടാമത്തേത് മേച്ചൽപ്പുറമാണ്.
മേച്ചൽപ്പുറം എന്ന് പറയുന്നത് സകല ജനത്തിനും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ ജീവനും ഭക്ഷണവും ഭൗതിക നന്മകൾ നൽകുന്ന ഒരു നന്മയാണ് മേച്ചൽപ്പുറം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഈ ലോകത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ, ദൈവികമായ വിഭവങ്ങൾ ഭക്ഷിച്ച് സുഖമായിട്ട് ജീവിക്കണം. ആ ദൈവിക വിഭവങ്ങളാകുന്നു ഈ ലോകത്തിലെ തൻ്റെ ജനത്തിൻ്റെ മേച്ചൽപ്പുറം എന്നതാണ്. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആടുകളാണ്. ഈ ലോകത്തിലെ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അതായത് മേച്ചൽപ്പുറത്തെ ആടുകൾ, വാതിലാകുന്ന ശ്രേഷ്ഠനായ കർത്താവായ യേശുവിലൂടെ ഞാൻ തന്നെ വാതിലാകുന്നു എന്ന് പറഞ്ഞ വാതിലാകുന്ന യേശുവിലൂടെ ഇടയശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇടയനായ പിതാവായ ദൈവത്തിങ്കിലേക്ക് പുത്രനായ ക്രിസ്തുവിലൂടെ ആ വാതിലൂടെ പ്രവേശിച്ച് ആ ദൈവത്തിലേക്ക് എത്തുന്ന ഒരു വളരെ മനോഹരമായ ഒരു അനുഭവം. അത് സാധ്യമാകുന്നത് ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്ന കർത്താവായ യേശു ക്രിസ്തു നൽകിയ ഒരു വലിയ കൽപ്പനയിലൂടെയാണ് അത് അന്വർത്ഥമായി തീരുന്നതെന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വേദപുസ്തകം ത്രിയേക ദൈവത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാന ചിന്ത എന്ന് പറയുന്ന ഓരോ ദൈവപൈതലും ഓരോ ശിഷ്യനായി മാറണം. ഓരോ ദൈവപൈതലും പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളിയായി മാറണം എന്നുള്ളതാണ്. അതായത് നാം എല്ലാവരും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രിസ്തു വിഭാവനം ചെയ്ത ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കണമെന്നുള്ളതാണ്. ഇന്ന് മനുഷ്യൻ ക്രിസ്തു വിഭാവനം ചെയ്ത മിനിസ്ട്രിയെ പല തട്ടുകളായി തിരിച്ച് വ്യത്യസ്തമായ മേഖലയിലൂടെ കൊണ്ടുപോയി ഇന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേദപുസ്തകത്തിൽ നിന്ന് വിഭിന്നമായ ഒരു ശുശ്രൂഷയിലേക്കാണ് ഇന്നും സഭാപ്രസ്ഥാനങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുന്ന അല്ലെങ്കിൽ വിഷമം തോന്നുന്ന ഒരു അനുഭവമാണ്. കാരണം ഇന്ന് ക്രിസ്തു വിഭാവനം ചെയ്ത ശുശ്രൂഷയെ വിട്ട് ക്രിസ്തു വിഭാവനം ചെയ്യാത്ത ഒരു മിനിസ്ട്രിയിലേക്ക് ഇന്ന് ആധുനിക സഭാ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷനുകൾ ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോയി, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉപദേശിക്കുവാൻ തക്കവണ്ണം. അല്ലെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് ബാപ്റ്റൈസിങ്, അതായത് ഉപദേശിക്കുക, പ്രസംഗിക്കുക, സ്നാനപ്പെടുത്തുക, വളരെ ഉന്നതമായ ചിന്തകളാണ്. ഇന്ന് ഈ ചിന്ത വിട്ടാണെന്ന് മനുഷ്യൻ പലവിധമായ കർമ്മ പരിപാടികളും ചാരിറ്റികളും ഒരുപാട് വിഭിന്നമായ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ മാത്രം കോട്ട് ചെയ്തുകൊണ്ട് മറ്റ് പല വിഭിന്ന പ്രവർത്തനങ്ങൾ ഇന്ന് വ്യാപൃതമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ബൈബിൾ പറയുന്നത് കം ബാക്ക് ടു ദ സർവീസ് ഓഫ് ഗോഡ്, ദൈവിക ശുശ്രൂഷയിലേക്ക് മടങ്ങി വരുവാനായി ദൈവം ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഇന്നത്തെ പ്രധാന കാതലായ ചിന്ത എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമായ ഒന്നല്ല. ഒരു മനുഷ്യന്, ഈവൻ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിയാകട്ടെ, നിങ്ങളുടെ മക്കൾ, മരുമക്കൾ അഥവാ കൊച്ചുമക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയാകട്ടെ, ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമായ കാര്യം അല്ല. ഒരു രാജ്യത്തിലെ ഒരു കുടുംബത്തെ, ഒരു ഗ്രാമത്തെ, ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, ഒരു സംസ്ഥാനത്തെ, ഒരു രാഷ്ട്രത്തെ ദൈവത്തോട് അടുപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. ഭരണ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരെ ദൈവത്തോട് അടുപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. നിങ്ങളുടെ അതോറിറ്റീസിനെ, നിങ്ങളുടെ അധികാരികളെ ദൈവത്തോട് അടുപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. നിങ്ങളുടെ കോവർക്കേഴ്സിനെ, നിങ്ങളുടെ കൊലീഗ്സിനെ ഒക്കെ ദൈവത്തോട് അടുപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. അത് ഒരുപാട് 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 വിഷമസന്ധികൾ നാം ആ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് നേരിടുവാനാകും. പ്രധാനമായിട്ടും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യുവാൻ മുൻവരുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കിടുവാൻ മുൻവരുമ്പോൾ, ക്രിസ്തുവിന്റെ രക്ഷ പങ്കുവയ്ക്കുവാൻ നാം മുൻവരുമ്പോൾ നാം ആടുകളാകുന്ന ഈ ലോകത്തിലെ മനുഷ്യരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഗോസ്പൽ നാം മറ്റുള്ളവർക്കായി നൽകുമ്പോൾ, സുവിശേഷം മറ്റുള്ളവർക്കായി പങ്കുവെക്കുമ്പോൾ, രക്ഷയെ മറ്റുള്ളവർക്ക് നൽകുവാൻ മുൻവരുമ്പോൾ ഈ ലോകമാകുന്ന മേച്ചൽപ്പുറത്തിലെ ദൈവത്തിൻ്റെ ആടുകളായ മനുഷ്യരെ കുറിച്ച്, ആ ആടുകളെ കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണമെന്നുള്ളതാണ്.
അതായത് ഇതുവരെ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്. ആ ആടുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാകണം. ഇത് പറയുമ്പോൾ തന്നെ രണ്ട് ആസ്പെക്റ്റുകൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ഈ ലോകത്തിലെ മേച്ചൽപ്പുറത്തിൽ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ജനം, തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ. രണ്ടാമത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് തൊഴുത്തിൽ ഓൾറെഡി ഉൾപ്പെട്ട് കഴിഞ്ഞ ആടുകൾ. അതായത് തൊഴുത്തിനുള്ളിലെ മേച്ചൽപ്പുറത്ത് ഇടയൻ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് സുഖേന ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആടുകളുണ്ട്, തൊഴുത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആടുകൾ. ഈ ആടുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ചിന്ത, ദൈവത്തിന്റെ മേച്ചൽപ്പുറത്തെ ആടുകൾ, അത് തൊഴുത്തിനുള്ളിലായാലും തൊഴുത്തിന് പുറത്തായാലും. ഈ രണ്ട് ചിന്തയും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തുടർന്ന് ഈ വചനം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. തൊഴുത്തിന് ഉള്ളിൽ ഉൾപ്പെട്ട ആടുകളും തൊഴുത്തിന് പുറത്തുള്ള ഈ ലോകത്തിലെ മേച്ചൽപ്പുറത്തിലെ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും. ഈ ആടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, സ്വയം നിലപാടുകൾ ഇല്ലാതെ സഞ്ചരിക്കുന്നവരാണ് ഈ ലോകത്തിലെ മേച്ചൽപ്പുറത്തിലെ ആടുകൾ. സ്വയം നിലപാടുകളില്ലാതെ, സ്റ്റാൻഡ് ഇല്ലാതെ, ആദർശങ്ങളില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് ഈ ലോകത്തിലെ ആടുകൾ എന്ന ഗണത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ സ്വയം നിലപാടുകളില്ലാതെ സഞ്ചരിക്കുന്ന ആടുകളെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ആടുകൾ കൂട്ടത്തോടുകൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ ഒരാട് മുന്നിൽ സഞ്ചരിക്കുന്ന, വശത്തുകൂടി സഞ്ചരിക്കുന്ന ആട് ഒരു വശത്തേക്ക് തിരിഞ്ഞ് സഞ്ചരിച്ചാൽ ആ ആടുകളോടൊപ്പം ചേർന്ന് മറ്റാടുകളും അതിനെ പിൻപറ്റുന്നത് കാണുവാനായി സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, രാഷ്ട്രീയ ചലനങ്ങൾ, ഭരണ നേതൃത്വത്തിൻ്റെ ലീഡർഷിപ്പ്, ഇവകൾ ഇന്ന് പലപ്പോഴും ഈ ലോകത്തിൻ്റെ മേച്ചിൽപ്പുറത്തിലെ ആടുകളെ വ്യത്യസ്തമായ ദിശയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുവാനായി സാധിക്കും. പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇന്ന് തന്നിരിക്കുന്ന ഇലക്ട്രോണിക്സ് മീഡിയാസിലൂടെ ഇന്ന് വ്യത്യസ്ത തലങ്ങളിലേക്ക് ഈ ലോകത്തിലെ ജനത്തെ ഡൈവേർട്ട് ചെയ്ത് വഴി നടത്തുന്ന ഒരു ചിത്രത്തെ കാണുവാനായി സാധിക്കും. അതിലൂടെ ശരി എന്ത്, തെറ്റ് ഏത് എന്ന് മനസ്സിലാക്കാതെയുള്ള ഓട്ടത്തിലാണ് ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ ജനം എന്നത് ദുഃഖത്തോടെ ഞാൻ അറിയിക്കട്ടെ. ശരിയല്ലേ പ്രിയമുള്ളവരെ? നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് നോക്കിയേ. ഇന്ന് തത്രപ്പാർ ഓടുകയാണ്. ഇന്ന് ബിസിയാണ്. busy with their job, busy with their vehicle, busy with their positions, busy with their education. ഇങ്ങനെ മനുഷ്യൻ തൻ്റെ ഇന്ന് ലോകം കാണിച്ചു കൊടുത്ത വഴികളിലൂടെ ഇന്ന് തിരക്ക് പിടിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം ഏത് ദിശ കാണിക്കുന്നുവോ, ഹയർ അതോറിറ്റീസ്, ഭരണ നേതൃത്വങ്ങൾ ഏത് ദിശയാണ് നമ്മെ തിരക്കുള്ളതാക്കി നമ്മെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്, അതിലേക്ക് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലൊന്നും മനുഷ്യന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മനസ്സില്ലാത്തവരെ കാണുകയാണ്. കുറേയൊക്കെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ, കുറച്ചൊക്കെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? സ്വയം തന്നെ തകർക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. കാരണം പൂർണ്ണമായിട്ടും ദൈവ പദ്ധതികൾക്കും ദൈവിക വചനങ്ങൾക്കും, അതായത് തങ്ങളുടെ ചെവിയും തങ്ങളുടെ കണ്ണുകളും പാടെ കൊട്ടിയടയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിലെ ജീവിക്കുന്ന ജനം നിലപാടുകളില്ലാതെ ജീവിക്കുന്നു, ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നില്ല. ദൈവിക സത്യങ്ങളും മർമ്മങ്ങളും ഉൾക്കൊള്ളുവാൻ മനസ്സിലാത്തവരായി നിൽക്കുകയാണ്. ഇവരുടെ ഇടയിലാണ് ഈ സുവിശേഷവുമായി ചെല്ലുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. വ്യത്യസ്ത ആർക്ക് വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഈ ലോകത്തിൻ്റെ ഉയർച്ചകളിലും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അതിന് വില്ലിങ്ങായി ഒരുക്കത്തോடு നിൽക്കുന്ന ഈ ലോകത്തിലെ ജനത്തിൻ്റെ നടുവിലേക്കാണ് നിങ്ങൾ സുവിശേഷവുമായി ചെല്ലുന്നത്. നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത്, ക്രിസ്തുവിൻ്റെ രക്ഷ നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. രണ്ടാമത്തേത്, ഈ ലോകത്തിലെ മേച്ചൽപ്പുറത്തിലെ ആടുകൾ നിരാശ്രയരാകുന്നു. ഹെൽപ്ലെസ് പീപ്പിൾ, അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആടുകളാകുന്നു. ആടുകൾ എപ്പോഴും നിരാശ്രയരാണ്, അല്ലെങ്കിൽ ബലഹീനരാണ്. അതുകൊണ്ട് തന്നെ ചെന്നായ്ക്കളും വന്യമൃഗങ്ങളും ആടുകളുടെ ഇറച്ചി ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിലെ കള്ള മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതൃത്വവും മനുഷ്യനെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ബലഹീനർ ആയതുകൊണ്ടാണ്. അവിടെ വീക്ക്നെസ് അറിയാം, അവിടെ ആശ്രയമില്ലായ്മ അറിയാം, അവിടെ കഴിവുകേട് അറിയാം, അവിടെ ബലമില്ലായ്മ അറിയാം. അതുകൊണ്ട് ഈ ലോകത്തിലെ രാഷ്ട്രീയ നേതൃത്വവും മത നേതാക്കൾ തൊഴുത്തിൽ ഉൾപ്പെട്ട ആടുകളെ ഇന്ന്
തെറ്റായ രീതിയിൽ അവരുടെ ഇറച്ചി, അവരുടെ അധ്വാനങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടുന്നത് എന്തുകൊണ്ടാണ്? അവർ ബലഹീനരായതുകൊണ്ടാണ്. തൊഴുത്തിന് ഉള്ളിൽ ഉൾപ്പെട്ട ആടുകളും തൊഴുത്തിന് പുറത്ത് ഉൾപ്പെട്ട ആടുകളും എന്താണ്? അവർ ബലഹീനരാകുന്നു, നിരാശ്രയാകുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഏറെ ഇഷ്ടപ്പെട്ട് അവരെ ചതിക്കുഴികളിലേക്ക് വഴി നടത്തുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. സുരക്ഷിതമായ ഇടയന്റെ സാന്നിധ്യത്തിൽ നിന്നും ഒന്ന് അകന്നാൽ മതിയാകും ആടുകളുടെ നാശം. പ്രിയമുള്ളവരെ, ഇന്ന് എത്രയോ കോടി ജനങ്ങൾ സുരക്ഷിതമായ ഇടയനെ വിട്ട് ഇന്ന് യാത്ര ചെയ്യുന്നതിലൂടെ ഒരു വലിയ നാശത്തിലേക്ക് പോകുകയാണ്. ഉടുക്കുവാനുണ്ട്, ഉണ്ണുവാനുണ്ട്, ധരിക്കുവാനുണ്ട്, പാർക്കുവാനുണ്ട്, സഞ്ചരിക്കുവാനെല്ലാം നൽകിയിരിക്കുമ്പോൾ എന്താണ് എനിക്ക് നാശമെന്ന് ചിന്തിക്കുമ്പോൾ പാട്ടുകാരൻ പാടിയതാണ്, ജീവിത യാത്രക്കാര കാലടികൾ എങ്ങോട്ട്? നാശത്തിന്റെ പാതയിലേക്കാണോ ജീവന്റെ മാർഗത്തിലേക്കാണോ? നീ നിന്നെ തന്നെ ചിന്തിച്ചു നോക്കുക. ഇന്ന് എനിക്ക് എല്ലാ വിഭവങ്ങളും ദൈവം ഒരുക്കി തന്നിരിക്കുമ്പോൾ എൻ്റെ കാൽവയ്പ് എവിടെയാണ്? ഞാൻ എവിടേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ജീവന്റെ മാർഗത്തിലേക്കാണോ അതോ നാശത്തിന്റെ മാർഗത്തിലേക്കാണോ? ഇടുങ്ങിയ വഴിയിലാണോ വിശാലമായ വഴിയിലൂടെയാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യപ്പെടുകയാണ്. ഈ ലോകം കാണിച്ചതിന് വഴിയെ നീ സഞ്ചരിച്ച് ഒടുവിൽ നാശത്തിന്റെ വഴിയിലേക്കല്ല. നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരു സന്ദർഭം എത്തുമ്പോൾ നിന്നെ രക്ഷിപ്പാൻ ആരും കാണുകയില്ല. അതുകൊണ്ടാണ് കാലാകാലങ്ങൾ പ്രവചനങ്ങൾ, ദൂതുകൾ, സുവിശേഷങ്ങൾ, മിഷണറിമാർ, സന്ദേശങ്ങൾ, ദൈവത്തിന്റെ ശബ്ദം ഇന്ന് അനേക നാവുകളുടെ പ്രസംഗിക്കപ്പെടുന്നത്. കം ബാക്ക് ടു ദ കിങ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഒരു പ്രസ്ഥാനത്തിലേക്കല്ല, ഒരു വ്യക്തിയിലേക്കല്ല, ഒരു കുടുംബത്തിലേക്കല്ല, ഒരു സഭയിലേക്കല്ല, മറിച്ച് നീ നിന്റെ ദൈവത്തിലേക്ക് മടങ്ങി വരിക. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്നാൽ, ഒരു ക്രിസ്തീയ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നിന്നാൽ അത് തന്നെയാണ് ഒരു യഥാർത്ഥ ദൈവം. ഒരിക്കലും അല്ല പ്രിയമുള്ളവരെ. ക്രിസ്തീയ പ്രസ്ഥാനം അല്ല, ആ പേരിലല്ല പ്രിയമുള്ളവരെ. മറിച്ച് നീ ദൈവത്തിലേക്ക് മടങ്ങിവാ, ബൈബിളിലേക്ക് മടങ്ങിവാ. ഇന്ന് പലപ്പോഴും അങ്ങനെ ക്രിസ്തീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് കള്ള മത നേതാക്കന്മാർ നിങ്ങളെ ചതിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളാകുന്ന ആടുകളുടെ ഇറച്ചി ഏറെ ഇഷ്ടപ്പെടുന്നത്. അതിൽ നിന്ന് മടങ്ങി വരാൻ പറയുകയാണ്. ഓപ്പൺ യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ എവിടെയാണ് ഉപയോഗപ്പെടുന്നത്? ഞാൻ എവിടെയാണ് ഉപയോഗപ്പെടേണ്ടുന്നത്? ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ചിന്തിക്കുന്നു പ്രിയമുള്ളവരെ. ഇതിന്റെ മറുതലം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ള ആടുകളുടെ നടുവിലാണ് ഇന്ന് ദൈവം നമ്മിൽ ചിലരൊക്കെ ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ളത്. വലിയൊരു ശുശ്രൂഷ. പ്രിയമുള്ള, ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും ഈ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരിക. ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും ഇന്ന് കപട ഭരണ നേതൃത്വങ്ങളുടെ നടുവിൽ നിന്ന് ജനത്തെ വിടുവിച്ച് സ്വതന്ത്രരാക്കി ദൈവഭാഗത്തേക്ക് ചേർക്കുക എന്നുള്ളത്, ദൈവത്തോടൊപ്പം ഒട്ടിച്ചാക്കുക, അവരെ ചേർത്ത് ഇണയ്ക്കുക എന്നുള്ള ഒരു അനുഭവം പ്രിയമുള്ളവരെ. ഈ അനുഭവം ഈ ഒരു പ്രവൃത്തി ചെയ്യുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ക്ഷണം നൽകുന്നത്. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരെ ചുരുക്കം. ഈ വേലയ്ക്കായി നമ്മെ ക്ഷണിക്കുന്നത് ഹെൽപ്ലെസ്സായിട്ടുള്ള ആടുകളെ രക്ഷിക്കുവാൻ, അത് തൊഴുത്തിനുള്ളിലുള്ളതായാലും തൊഴുത്തിന് പുറത്തുള്ളതായാലും അതിനെ രക്ഷിക്കുവാൻ, സുവിശേഷത്തിന്റെ ആ മാർഗദീപം കൊടുത്ത് ക്രൂശിങ്കലേക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, പിൻഗമിക്കുവാനുള്ള ഒരു വലിയ ദൗത്യമാണ് ഇന്ന് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉയർത്ത കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ചെന്നായ്ക്കളും ക്രൂരരുമായ മറ്റു മനുഷ്യർ ആത്മീയമായും ഭൗതികമായും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് അവരെ ആ നാശത്തിന്റെ ആ ഒരു പടുകുഴിയിൽ നിന്നും അവരെ വിടുവിച്ച് രക്ഷയുടെ ഉന്നതമായ പാറയിൽ കൊണ്ട് നിർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് പ്രിയമുള്ളവരെ. സുരക്ഷിതമല്ലാത്ത സ്ഥാനത്ത് നിന്നും ഈ ജനത്തെ വിടുവിച്ച്, ഈ ആടുകളെ വിടുവിച്ച് സുരക്ഷിതമായ ഇടയന്റെ സാന്നിധ്യമുള്ള സ്ഥാനത്ത് കൊണ്ടു നിർത്തുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ഓരോ ദൈവപൈതനും, വേദപുസ്തകത്തെ സ്നേഹിക്കുന്ന, രക്ഷ പ്രാപിച്ച, സ്നാനപ്പെട്ട, ദൈവത്തേറെ സ്നേഹിക്കുന്ന, കർത്താവിനെ ജീവിതത്തോട് ചോർത്ത് പിടിച്ചിരിക്കുന്ന ഓരോ ദൈവപൈതന്റെയും ഉത്തരവാദിത്വം എന്നത് നാം മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ധാരാളമായിട്ട് ഉണ്ടാകണമെന്നുള്ളതാണ്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ആടുകൾ, ഈ ലോകത്തിലെ മേച്ചൽപ്പുറത്തിലെ ആടുകൾ സ്വന്തമായ നിലപാടുകളില്ലാത്തവരാണ്. അത് രണ്ട് തലത്തിൽ, തൊഴുത്തിൽ ഉൾപ്പെട്ടതായാലും അല്ലാത്തതായാലും നിലപാടുകളില്ലാത്ത ആടുകൾ. രണ്ട്, നിരാശ്രയായ ആടുകൾ, ഹെൽപ്ലെസ് ആയിട്ടുള്ള ആടുകൾ. മൂന്നാമത്തേത്, ആടുകൾ കൂടുതലും അന്ധതയിലാണ് ജീവിക്കുന്നത്. മേച്ചൽപ്പുറത്തിലെ ആടുകൾ കൂടുതലും അന്ധതയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം പറയുന്നത്
ആടുകൾക്ക് ദൂരക്കാഴ്ച ഇല്ല എന്നുള്ളതാണ്. ആടുകൾക്ക് ദൂരക്കാഴ്ചയില്ല. എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒരാടിൻ്റെ ദൂരക്കാഴ്ച മാക്സിമം 45 അടി മാത്രമാണ്. ഏകദേശം ഒരു 30 മീറ്റർ മാത്രമായിരിക്കും ഒരാടിൻ്റെ ദൂരക്കാഴ്ച എന്ന്. അതിനപ്പുറത്തുള്ളത് അതിന് നോക്കിക്കാണുവാനുള്ള കാഴ്ചശക്തി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൂരക്കാഴ്ച കാണുവാൻ കഴിയാതെ അന്ധരായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ എന്ത്, നാളേക്ക് അപ്പുറത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൂരക്കാഴ്ച, ലോങ് പെർസ്പെക്റ്റീവ്, ലോങ് സൈറ്റ് കിട്ടാതെ ഒരു വലിയ പ്രതിസന്ധി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. യെസ്, ഐ ക്യാൻ സീ, ഐ ക്യാൻ സെൻസ്, എനിക്ക് കാണുവാൻ കഴിയും, എനിക്ക് അത് ഉണരുവാൻ കഴിയും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം അത്രയധികം എനിക്ക് നോക്കിക്കാണുവാൻ കഴിയുന്നു. ഭാവിയെ 50 വർഷത്തിന് ശേഷം, 100 വർഷത്തിന് ശേഷം ഒരിക്കലും അല്ല, അത് ഫേക്കാണ് പ്രിയമുള്ളവരെ. ഇന്ന് മനുഷ്യന് ദൂരക്കാഴ്ചയില്ല ജീവിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഈ ദൂരക്കാഴ്ച ഇല്ലാത്തതിന് കാരണം പ്രിയമുള്ളവരെ? കാഴ്ചപ്പാടുകളില്ല, ദർശനങ്ങളില്ല, തിരിച്ചറിവുകളില്ല. ഇതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇപ്രകാരമുള്ള അന്ധതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയനില്ലാത്ത ആടുകളായി, കള്ള ഇടയന്മാരാൽ നയിക്കപ്പെടുന്ന ആടുകളായി. ഒരു ഭാഗത്ത് ഇടയനില്ലാത്ത ആടുകൾ, ആമേൻ. തൊഴുത്തിൽ ഉൾപ്പെടാത്ത ഈ ലോകമാകുന്ന മേച്ചൽപ്പുറത്തെ ആടുകൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ അന്ധരായി കഴിയുമ്പോൾ, തൊഴുത്തിൽ ഉൾപ്പെട്ട ആടുകൾ കള്ള മത നേതാക്കന്മാരെ വഴി നടത്തപ്പെട്ട് അന്ധരാക്കി മാറ്റി അവരെ അന്ധതയുടെ പാതയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബോത്ത് ആർ സെയിം. 2 തുലാസും സെയിം ലെവലിൽ നിന്ന് പോകുകയാണ്. ഇപ്പുറത്ത് ബൈബിളുണ്ട്, അപ്പുറത്ത് ബൈബിളില്ല. ഇപ്പുറത്ത് ദൈവത്തിൻ്റെ പേരിൽ, അപ്പുറത്ത് ദൈവവുമില്ല. ഈ ഒരു കാഴ്ചപ്പാടിൽ പൊയ്ക്കൊണ്ടിരിക്കുക ഈ ലോകം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ശരിയല്ലേ പ്രിയമുള്ളവരെ? എവിടെയാ കർത്താവിനെ കാണുന്നത്? എവിടെയാ ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയുന്നത്? എവിടെയാ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക? ഒരിടം നമുക്ക് അത് ദർശിക്കുവാൻ കഴിയുന്നില്ല. കാരണം അന്ധരായി ജീവിക്കുന്ന ഒരു സമൂഹം, ഒരു മേച്ചൽപ്പുറത്തിൻ്റെ ആടുകളുടെ നടുവിലാണ് കർത്താവ് പറഞ്ഞത്, ഈ വചനവുമായി നിങ്ങൾ പോകുക, രക്ഷയുടെ സന്ദേശവുമായി, സുവിശേഷ ദൗത്യവുമായി നിങ്ങൾ ചെല്ലുക. ബ്രിങ് ബാക്ക് ദം ടു ദ ഓൾമൈറ്റി ഗോഡ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവരെ ബ്രിങ് ബാക്ക് ചെയ്യുക, മടക്കി കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഈ ലോകമാണ് ഇന്ന് മനുഷ്യരെ, ഞാൻ പറഞ്ഞു, ഇന്ന് ലോകവും മതങ്ങളുമാണ് മനുഷ്യരെ നിലപാടുകളില്ലാത്തവരും നിരാശ്രയും അന്ധരുമായി തീർത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സഭകളും കള്ള നേതൃത്വങ്ങളും ആടുകളായ വിശ്വാസികളെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നത് പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, ഇന്ന് ഈ കാലഘട്ടത്ത് കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം. ശരിയായ വേലക്കാരോ ചുരുക്കം. വേലക്കാർ അനേകമുണ്ടെന്ന്, പക്ഷേ ശരിയായ വേലക്കാർ ചുരുക്കമായിരിക്കുന്ന, ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയായ വേലക്കാരില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മിൽ നിന്നും ഒരു നല്ല ഇടയനുണ്ടാകണം. ആമേൻ. എന്നിലും നിങ്ങളിലും ഒരു നല്ല ഇടയനുണ്ടാകണം. തെറ്റി ഉഴന്ന് നടക്കുന്ന ആടുകൾ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആടുകൾ, ദർശനമില്ലാതെ, കാഴ്ചപ്പാടുകൾ, നിലപാടുകളില്ലാതെ ബലഹീനരായ ആടുകളെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ നിങ്ങളിലും എന്നിലും ഒരു നല്ല ഇടയനുണ്ടാകണം, ഇടയ ശ്രേഷ്ഠനുണ്ടാകണം. ദൈവം ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. വേദപുസ്തക സത്യങ്ങളെ പൂർണ്ണമായി നോക്കിക്കാണുന്ന, അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു നല്ല ഇടയൻ, ഒരു നല്ല ശിഷ്യൻ, ഒരു നല്ല ശിഷ്യ, ഒരു നല്ല ദൈവ പൈതൽ. ഈ നിലയിൽ എത്തിയ ശേഷം മാത്രം പ്രിയമുള്ളവരെ നാം സുവിശേഷം അറിയിക്കുവാൻ ഇറങ്ങിച്ചെല്ലണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേദപുസ്തകങ്ങൾ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി, വേദപുസ്തകത്തെ പൂർണ്ണമായി വിശ്വസിച്ച് ഒരു നല്ല ഇടയൻ, ഒരു നല്ല ശിഷ്യൻ, ഒരു നല്ല ശിഷ്യ, ഒരു വിശ്വാസി ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനായി നിങ്ങൾ ഇറങ്ങണം. മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക്, മറ്റു ആടുകളെ ദൈവത്തിങ്കിലേക്ക് ബന്ധിപ്പിക്കുവാൻ, ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ഈ ഒരു ശുശ്രൂഷയ്ക്കായി നിങ്ങൾ ഇറങ്ങണമെന്നുള്ളതാണ്. അല്ലാതെ നാം ഈ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിയാൽ മറ്റുള്ള കള്ള ഇടയന്മാരുടെ ഗണത്തിൽ നാമും പെട്ടേക്കുവാനുള്ള സാധ്യത ഏറെയുണ്ട്. പ്രിയമുള്ളവരെ, നാം ഒരു യഥാർത്ഥ ദൈവ പൈതലെങ്കിൽ, നിങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നിങ്ങളുടെ ജീവിതം നില ഉറപ്പിച്ചവരെങ്കിൽ സുവിശേഷം അറിയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ റിയൽ ചൈൽഡ് ഓഫ് ഗോഡ് എങ്കിൽ നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം,
ക്രിസ്തുവിലുള്ള സന്തോഷം, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ മറ്റുള്ളവരോട് പറയാതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അനുഭവിക്കുന്നത് മറ്റുള്ളവരെ അറിയിക്കണം. കാരണം ഈ ലോകത്ത് ഓരോ നിമിഷവും ഒരുപാട് ജനം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ അറിയാതെ, അനുഭവിക്കാതെ, ദൈവവുമായി ബന്ധമില്ലാതെ ഒരുപാട് പേർ, യഥാർത്ഥ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ഒരുപാട് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ഇടയിലില്ലാത്ത ആടുകളായി, ജീവിതത്തിൽ കുഴഞ്ഞവരായി, ജീവിതത്തിൽ ചിന്നിച്ചിതറിയവരായി ഇവരെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിയുകയാണ്. ഈ ലോകത്തിലെ മേച്ചൽപ്പുറത്തെ ആടുകളെ കണ്ടിട്ട് തെറ്റായ മതങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന തൊഴുത്തുൾപ്പെട്ട ആടുകളുടെ അവസ്ഥ കണ്ടിട്ട് കർത്താവിന് കരുണ തോന്നുകയാണ്. ഇടയശ്രേഷ്ഠനായ ദൈവത്തിന് മനസ്സലിവ് തോന്നുകയാണ്. കാരണം ദൈവം അവരുടെ ശബ്ദം അറിയുന്നു, അവരുടെ നിലവിളി അറിയുന്നു, അവരെ പേർ ചൊല്ലി വിളിക്കുന്നു, അവരെ കണ്ടെത്തുന്നവരെ അന്വേഷിക്കുകയാണ്, അവരെ ഇപ്പോഴും വഴി നടത്തുന്നു, അവരെ ഇപ്പോഴും രക്ഷിക്കുന്നു, തൻ്റെ ജീവൻ അവർക്കായി നൽകുകയാണ്. ഞാൻ പറയട്ടെ, തൊഴുത്തിലുൾപ്പെട്ട അതുപോലെ തൊഴുത്തിലുൾപ്പെടാത്ത ഈ ഇരുഭാഗക്കാർക്കും ദൈവമാണ് മേച്ചൽപ്പുറം ഒരുക്കുന്നത്, ദൈവമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദൈവമാണ് ശ്വസിക്കുവാൻ വായു നൽകുന്നത്, ദൈവമാണ് അവർക്ക് കുടിപ്പാൻ വെള്ളം കൊടുക്കുന്നത്. എല്ലാ സർവ്വ നന്മകളും ഒരുക്കിയിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവരെ ശബ്ദം കേൾക്കുന്നു, അവിടെ വേദനകൾ അറിയുന്നു, അവിടെ സങ്കടങ്ങൾ അറിയുന്നു, നെടുവീർപ്പ് അറിയുന്നു. തങ്ങളെ നയിക്കുവാനായിട്ടുള്ള ശരിയായ ഇടയന്മാരില്ലാതെ തെറ്റി ചിന്നിയിരിക്കുന്ന അനുഭവമാണ്, ചിതറിയിരിക്കുന്ന അനുഭവങ്ങളാണ്. പ്രിയമുള്ളവരെ, ദൈവം ആ ശബ്ദം കേൾക്കുകയാണ്. ദൈവം തൻ്റെ സങ്കടം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്കായി പോകും. പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒന്ന് മാത്രമാണ്: ഈ ലോക ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരിക, ഈ ലോകത്തിലെ അനേകം മനസ്സുകളെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക, ദൈവത്തിനും ലോകത്തിനും ഇടയിൽ ഒരു ചാലകമായി മാറുക എന്നുള്ളതാണ്. ദൈവം ഉപയോഗിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉപയോഗപ്പെടുന്ന ഒരു ചാലകമായി മാറുക എന്നുള്ളതാണ്. ദൈവം ഈ ജനത്തെ കാലാകാലങ്ങളായി പോഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആരാണ് മടക്കിക്കൊണ്ടുവരിക? ഈ ലോകത്തെ സർവ്വജനത്തിനും ഭക്ഷണവും ആഹാരവും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഭൂമി അതിനേക്കായി സജ്ജമാക്കിയിട്ടുണ്ട്, അന്തരീക്ഷത്തെ സജ്ജമാക്കിയിട്ടുണ്ട്, നക്ഷത്രങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. മഴ, വേനൽ, എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചോദ്യം: ഈ ജനത്തെ ആരാണ് ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരിക? ഈ ജനത്തെ ആരാണ് ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക? ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് നന്മ അനുഭവിച്ചു എന്ന് പറയുമ്പോഴും ഈ ദൈവത്തിൻ്റെ വിലയ്ക്കായി ഒരുക്കമാണ്. ആർ എനിക്കായി പോകും? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്കായി പോകും? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളെ നടത്തുന്ന ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ആരെയെങ്കിലും ഒരുക്കുവാനായി കഴിഞ്ഞിട്ടുണ്ടോ? ആരെയെങ്കിലും നേടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒരാളെയെങ്കിലും. ഈ ലോകം മുഴുവനും സുവിശേഷം അറിയിക്കണമെന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരാളെയെങ്കിലും നിങ്ങളുടെ ആയുസ്സിൽ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ ഈ സ്റ്റോറി മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സംഭവിച്ച ഒരു കാര്യമാണ്. ഒരിക്കൽ ഒരു വൃദ്ധനായ പിതാവും തൻ്റെ കൊച്ചുമകനും കടൽക്കരയിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് തിരയിൽപ്പെട്ട് കുറേ സ്റ്റാർ ഫിഷുകൾ കരയിൽ വന്ന് പെടുവാനിടയായി. അപ്പോൾ തീരദേശത്ത് ഇങ്ങനെ സ്റ്റാർ ഫിഷുകൾ കൂട്ടമായി കിടന്ന് പിടയുകയാണ്. കാരണം തിരയിൽപ്പെട്ട് കരയിലേക്ക് വന്നാണ്, തിരിച്ചു പോകുവാൻ കഴിയുന്നില്ല, വെള്ളമില്ല. കാരണം അടുത്ത് ശക്തമായ തിര വന്നാൽ മാത്രമേ ഈ സ്റ്റാർ ഫിഷിന് വെള്ളത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ, അതിൻ്റെ ലോകത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതിന് ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുകയാണ്. കുറേ മീനുകളൊക്കെ ചാകുന്നുണ്ട്. അപ്പോൾ ഈ വൃദ്ധനായ പിതാവ് വളരെ പണിപ്പെട്ട് ഒന്ന് കുനിഞ്ഞ് ഒരു ഫിഷിന്, ജീവൻ കിട്ടുവാൻ പിടയ്ക്കുന്ന മീനിനെ, ആ ഫിഷിനെ ഒന്നിനെ എടുത്ത് വെള്ളത്തിൽ തിരയിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് വെള്ളത്തിലേക്കിട്ടു. അത് സന്തോഷത്തോടെ, അത് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ അത് പോകുവാനിടയായി. അപ്പോൾ ആ കൊച്ചുമോൻ പിതാവിനോട് ചോദിച്ചു, അപ്പച്ച, ഇത്രയും ഫിഷ് ഇങ്ങനെ പിടയുന്നില്ലേ, നമുക്ക് എല്ലാത്തിനും രക്ഷിക്കണ്ടേ? പക്ഷേ നമ്മെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നമ്മുടെ പരിശ്രമം കൊണ്ട് ഒരു ഫിഷിനെ നമുക്ക് രക്ഷിപ്പാൻ കഴിഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, അനേക സ്റ്റാർ ഫിഷുകൾ ഇന്ന് ഈ ലോകത്ത് രക്ഷ കിട്ടാതെ, ക്രിസ്തുവിലൂടെയുള്ള സ്നേഹം കിട്ടാതെ പിടയുന്നുണ്ട്. ഒരാളിനെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലുമൊക്കെ നിങ്ങൾ പ്രവേശിപ്പാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? നിങ്ങളെക്കൊണ്ട് കഴിയുമോ? പ്രിയമുള്ളവരെ, അതൊരു വലിയ പ്രേക്ഷിത ദൗത്യമാണ്. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ മതപ്രസ്ഥാനങ്ങളില്ല, അവിടെ മറ്റു വിഭാഗീയതകളൊന്നുമില്ല. പ്രിയമുള്ളവർ, സുവിശേഷം നൽകുക.
യേശുവിനെ പറ്റി പറയുക, യേശുവിൻ്റെ സ്നേഹം പങ്കിട്ട് നൽകുക, അതിലൂടെ അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. യേശു ക്രിസ്തുവിൻ്റെ സമാധാന സുവിശേഷത്തിൻ്റെ വാഹകർ നാം ആകണമെന്നതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറക്കരുതേ, വേദപുസ്തകം പറയുന്നത് കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ടെന്ന്. ഇന്ന് തൊഴുത്തിനകത്തും തൊഴുത്തിന് പുറത്തും കൊയ്ത്ത് വളരെയുണ്ട്, പക്ഷേ ഇന്ന് വേലക്കാർ ചുരുക്കമാണ്. ആ ഒരു വലിയ ദൗത്യം ചെയ്യുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഒരു സ്റ്റാർ ഫിഷിനെയെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും, ഒരാടിനെയെങ്കിലും രക്ഷപ്പെടുത്തുവാൻ നിങ്ങളെ കൊണ്ടാകണം പ്രിയമുള്ളവരെ. സത്യവേദ പുസ്തകത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ ആരാധിക്കുന്നവരെങ്കിൽ ആ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ മുൻവരിക. ആ ഒരു അനുഭവത്തിലായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം എന്ന വേദഭാഗം വേദപുസ്തകത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആ പുസ്തകത്തിൻ്റെ പേരും ചാപ്റ്ററും വേഴ്സും നിങ്ങൾ നോട്ട് ചെയ്ത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചോദ്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു: കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ഇത് വേദപുസ്തകത്തിലെ ഏത് ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സന്ദേശം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയി തീർന്നുവെങ്കിൽ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അവരും അനുഗ്രഹിതരാകട്ടെ, അവരും കർത്താവിൻ്റെ വലിയ വേല ചെയ്യുവാൻ മുൻവരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്കായി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും നിത്യമായി സർവശക്തരായി നാൾതോറും ഞങ്ങളെ വഴി നടത്തുന്ന സർവശക്തരായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായർ കാണുവാനും വല്ലഭനായ നല്ലവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ നൽകിയ നല്ല സൗഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവല്ലാതെ ഒരു രക്ഷകൻ ഞങ്ങൾക്കില്ല. കർത്താവ് ഞങ്ങൾക്ക് മതിയായ, കർത്താവ് ഞങ്ങളെ കരുതുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു പിതാവേ. അവിടുത്തെ സ്നേഹം മാറ്റമില്ലാത്തത്, അവിടുത്തെ കരുണ തീർന്നു പോയിട്ടില്ലെന്ന്. ഇന്ന് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാൻ, പ്രേക്ഷിത ദൗത്യം ചെയ്യുവാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന സ്തോത്രം. എത്രയോ വർഷങ്ങളായി ഈ ശബ്ദം ഞങ്ങൾ കേൾക്കുന്ന പിതാവ്, അത് ചെയ്യുവാനായിട്ട് മുൻവരുക. ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് പലപ്പോഴും ഞങ്ങൾ മടിപിടിച്ച് നിൽക്കുന്ന അനുഭവം കർത്താവെ, ഈ നിമിഷമെങ്കിലും, ഈ അവസാന കാലഘട്ടത്തെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള കൃപ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പുതിയ മാസം ദൈവം ഞങ്ങളെ വഴി നടത്തണം. അത്ഭുതകരമായി ആപത്തിൽ, രോഗത്തിൽ, വൻപ്രയാസങ്ങളൊക്കെ മതിയായ ദൈവമായി, കരുതുന്ന ദൈവമായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ അപ്പ. ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ കാര്യാദികളും ഒക്കെ ദൈവം കാണുന്നുണ്ട്. അങ്ങ് ഞങ്ങൾ അതിനും അപ്പുറത്ത് അങ്ങ് ആരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പ. അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവ് ഞങ്ങളെ വഴി നടത്തണം. ഈ യൂട്യൂബ് ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ തരും. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണം. ഞങ്ങളെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, നന്മ, സമാധാന, സന്തോഷം നിങ്ങൾ എല്ലാവരും ഇന്നും വന്നും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. 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 പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ സമാധാന വാഹകരായി ഈ ലോകത്തിൽ തൻ്റെ ചാലകങ്ങളായി പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ. അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് യാത്ര ചെയ്യാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്.